ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഫാമിലി വ്ളോഗാണ് കേട്ടോ. ഏപ്രിൽ 16 ബ്രദർ ഇൻ ലോയുടെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പം നമുക്ക് ഈ വിഷു കഴിഞ്ഞിട്ട് വരുന്ന ബർത്ത്ഡേ ആണ്. പിന്നെ ഇവരുടെ ആനിവേഴ്സറി ഏപ്രിൽ 7 അപ്പം അന്നൊക്കെ കേക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ ആകെ മടുത്തിരിക്കുമ്പോഴാണ് അവൻ്റെ വൈഫ് എന്ത് പ്ലാൻ ഇട്ടത്, ഒരു ഫ്രൂട്ട്സിൻ്റെ കേക്ക് ഉണ്ടാക്കാന്ന് പ്ലാൻ ഇട്ടത്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഭംഗിക്ക് വേണ്ടി നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെച്ച് നമുക്ക് തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവൾ തന്നെ സച്ചുവിനെയും കൂടെ കൂട്ടിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഈ കേക്ക്. അപ്പം നമ്മളെല്ലാവരും വൈകുന്നേരം ആയപ്പോഴേക്കും ഈ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേക്ക് നമുക്ക് അത്യാവശ്യം ചിലവ് കുറവെന്ന് പറഞ്ഞാൽ കിവിയും സിട്രസും പിന്നെ മുന്തിരി, ബ്ലാക്ക് കളർ മുന്തിരിയും ഗ്രീൻ കളർ മുന്തിരിയും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വാട്ടർമെലൺ ആണ് നമ്മുടെ മെയിൻ. ഇതിൻ്റെ കേക്കിൻ്റെ ബേസ് എന്ന് പറയുന്നതേ വാട്ടർമെലൺ ആണ്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കേക്ക് ഉണ്ടാക്കിയവർക്ക് അറിയാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിന് മുന്നേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേക്ക് ഇതുപോലെ അവൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രസമാണ്, ശരിക്കും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ കേക്ക് കഴിച്ച് മടുക്കുമ്പോൾ ഒരുപാട് പരിപാടികൾ, കേക്ക് കഴിച്ച് മടുക്കുന്ന പരിപാടികൾക്ക് നമുക്കിത് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇതുപോലത്തെ കുറേ ഡിസൈൻസ് നമ്മുടെ തന്നെ ഐഡിയക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആമിയും സച്ചും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. അപ്പം ആമി കത്തിയെടുത്ത് കളിക്കുന്നതുകൊണ്ട് നമ്മളത് മാറ്റി ഒരു വടി കൊടുത്തതാണ് കേട്ടോ. നമ്മൾ പിന്നെ അമ്മ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ വന്നപ്പോൾ അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ചിക്കുൻ്റെ ബർത്ത്ഡേ ചിക്കു എന്നാണ് ആനീനെ വിളിക്കുന്നത്. ചിക്കുൻ്റെ ബർത്ത്ഡേ നമ്മൾ ഇതുപോലെ ഒരു ഫ്രൂട്ട്സ് കേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട്, പിന്നെ കേക്ക് മുറിക്കുന്നതിൽ എന്തായാലും ഇവർ രണ്ടുപേരും എന്തായാലും മിസ്സാവില്ല. ആരെ ബർത്ത്ഡേ ആണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും ഈ പിള്ളേരെ രണ്ടാളും എന്തായാലും അതിൻ്റെ കൂടെ ഉണ്ടാകും കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളത് കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാര്യം ഇത് കഴിക്കുമ്പോൾ നമുക്ക് മടിക്കില്ലല്ലോ. സാധാരണ നമ്മൾ കേക്ക് കഴിക്കാൻ തോന്നുമ്പം നമുക്ക് എന്തായാലും നമ്മുടെ നോർമൽ കേക്ക് മേടിക്കാം. പക്ഷെ അതല്ലാതെ ഇതുപോലത്തെ പരിപാടിയൊക്കെ നമ്മൾ മടുത്തിരിക്കുമ്പോൾ, അതുപോലെ സമ്മറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കേക്കാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല രസമായിരിക്കും. കാര്യം നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ തന്നെ ഐഡിയക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. നോർമലി നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കേക്കിനേക്കാളും എനിക്ക് തോന്നുന്നു ബഡ്ജറ്റ് വലിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ഹാഫ് kg 450 ഒക്കെ വരുന്ന പോലെ ചിലപ്പോൾ അതിൽ അത്ര വരില്ല, എന്നാലും കേക്ക് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാട്ടോ അനിയൻ്റെ വൈഫ്. അപ്പോൾ ഇവിടെ തന്നെ ചെയ്ത സച്ചു ഉണ്ടായിരുന്നു കൂടെ. അപ്പം നമ്മൾ ആരും അറിയുന്ന സർപ്രൈസ് ആയിട്ട് ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ അവൾ വരുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ട് അവൾ തന്നെ ചെയ്താണ്. പിന്നെ സച്ചുവിനും ആമിക്കും ഇതിൻ്റെ ടോപ്പിങ്സും എല്ലാം അവർക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന സാധനം ആയതുകൊണ്ട് മറ്റു സാധാ ചോക്ലേറ്റ് കേക്കിനൊക്കെ എല്ലാത്തിനും ചോക്ലേറ്റിൻ്റെ എല്ലാ സാധനങ്ങളും കഴിക്കുന്ന പോലെ അവർ തന്നെ ഇതെല്ലാം എടുത്ത് കഴിച്ചിട്ടോ. പിന്നെ അവസാനം നമ്മളെല്ലാവരും കൂടി കേക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ കൂടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ഇന്നലെ ഫുൾ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ.